Next question. Heat from the filament of a lamp is transmitted to the surrounding mainly through. Options ഏതൊക്കെയാണ്? Conduction, radiation, convection, none of the above. നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫറിന് നമുക്ക് മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതുപോലെ തന്നെ റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സോളിഡ്സിലൊക്കെ നടക്കുന്നതാണ് അല്ലേ? അതായത് അതിൻ്റെ കോൺടാക്റ്റ് വഴി ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫ്ലൂയിഡ്സ്, അതായത് ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഡ്സിൽ നടക്കുന്ന ഒരു ഹീറ്റ് എന്താ പറയുക ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ മോളിക്കുലാർ മൂവ്മെന്റ് വഴിയിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മിൽക്ക് ഒരു പാനിൽ വെച്ച് ചൂടാക്കുമെന്ന് വെച്ചാൽ എന്താണ് പറ്റുന്നത്? അതിന്റെ ബോട്ടം ലെയറുള്ള മോളിക്യൂൾസ് ആ ഫ്ലെയിമിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ചൂടാവും. അതെന്ത് സംഭവിക്കും? അത് മുകളിലോട്ട് റൈസ് ചെയ്യും. അന്നേരം മുകളിലുള്ള കോൾ മിൽക്ക് താഴത്തോട്ട് പോകും. സോ അങ്ങനെ മോളിക്കുലാർ മോഷൻ വഴിയിട്ടാണ് അവിടെ ഈ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ വേവിന്റെ ഫോമിൽ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫോമിൽ നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ റേഡിയേഷൻ വേവ്സിന്റെ രീതിയിലായിരിക്കും നമ്മുടെ ഇപ്പോൾ സണ്ണിന്ന് അറിയാം. സണ്ണിന്നൊക്കെ നമുക്ക് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേഷൻ വഴിയാണ് വരുന്നത് അല്ലേ? സോ അതുപോലെ നമ്മുടെ ഒരു ഫിലമെന്റ് ലാമ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏതാണ്? വേവ് മോഷൻ അല്ലെങ്കിൽ വേവ് ഫോമിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഏത് ഫോം ആയിരിക്കും? റേഡിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ ബി റേഡിയേഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് ഈസ്. ഓപ്ഷൻസ് 1, 1.11, 1.44 ആൻഡ് 1.57. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഹാഫ് വേവ് റെക്ടിഫൈഡ്. ഹാഫ് വേവ് റെക്ടിഫൈഡിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്? അതായത് ഒരു ഹാഫ് സൈക്കിളേ നമുക്ക് ഉണ്ടാവൂ അല്ലേ? ദാറ്റ് ഈസ് പൈ 2π ആണെങ്കിൽ അടുത്ത 2π to 3π ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Vm ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ ആവറേജ് വാല്യൂ Vm ബൈ പൈ ആൻഡ് RMS വാല്യൂ ഈസ് Vm ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്താണെന്നറിയാം? ഫോം ഫാക്ടർ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ് അല്ലേ? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. സോ RMS വാല്യൂ എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ 2 ആണ്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ പൈ ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ ഈസ് പൈ ബൈ 2 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 1.57 ആയിരിക്കും പൈ ബൈ 2ന്റെ വാല്യൂ. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും 1.57. ഒന്നുമില്ല, ഫോം ഫാക്ടർ എന്ന് വെച്ചാൽ RMS ബൈ ആവറേജ് ആണ്. RMS വാല്യൂം ആവറേജ് വാല്യൂം ഒരു റെക്ടിഫൈഡ് സൈൻ വേവിന്റെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രീക്വൻസി ഓഫ് EMF ജനറേറ്റഡ് ബൈ എ ജനറേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻസ് സ്പീഡ്, നമ്പർ ഓഫ് പോൾസ്, മെഷീൻ റേറ്റിംഗ്, ബോത്ത് എ ആൻഡ് ബി. അതായത് ഒരു DC ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇക്വേഷൻ അല്ലെങ്കിൽ EMF ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇഫ് EG ആണ് EMF ജനറേറ്റഡ് ഇൻ എ ജനറേറ്റർ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5Zn ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു P ഡിവൈഡഡ് ബൈ A ആയിരിക്കും. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ആണ്. അതുപോലെ തന്നെ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. N എന്ന് പറയുന്നത് സ്പീഡാണ്. അതുപോലെ P നമ്പർ ഓഫ് പോൾസ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് അല്ലേ? സോ ഇതാണ് നമ്മുടെ EMF ജനറേറ്റഡ് അല്ലെങ്കിൽ ഒരു ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ നമുക്ക് എന്തറിയാം? നമ്മുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ EMF ഇക്വേഷൻ? ഡെഫിനറ്റ്ലി സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആൻസർ ആണ്. നമ്പർ ഓഫ് വോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ നമുക്ക് P എന്ന് പറയുന്ന ടേം ഉണ്ടല്ലേ? സോ നമ്പർ ഓഫ് വോൾസിനെ ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെഷീൻ റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എനെയും ബിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു EMF ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. 5Zn ബൈ 60 ഇൻറ്റു P ഡിവൈഡഡ് ബൈ A. ഇവിടെ A എന്ന് പറയുന്നത് പാരലൽ പാത്ത് ആണ്. A എന്ന് പറയുന്നത് 2 ആയിരിക്കും ഫോർ വേവ് വൈൻഡിങ്. അതുപോലെ തന്നെ A ഈസ് ഈക്വൽ ടു P ആയിരിക്കും ഫോർ ലാപ്പ് വൈൻഡിങ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിലിണ്ടറിക്കൽ വൈൻഡിങ് ഓൺ ട്രാൻസ്ഫോമേഴ്സ് ഈസ് ജനറലി യൂസ്ഡ് ബിയോണ്ട്. സിലിണ്ടറിക്കൽ വൈൻഡിങ്സ് നമ്മളൊരു ട്രാൻസ്ഫോമറിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് 6 kVക്ക് എബോവ് ആണ്. 6 kVക്ക് എബോവ് ആണ് നമ്മൾ നോർമലി എന്താണ് ഈ സിലിണ്ടറിക്കൽ വൈൻഡിങ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് നമ്മൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ സിലിണ്ടറിക്കൽ വൈൻഡിങ്ങിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിയോണ്ട് 60 kV ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂപ്പർ പൊസിഷൻ തിയറം ഈസ് യൂസ്ഡ് വെൻ ദ സർക്യൂട്ട് കണ്ടെയ്ൻസ്. എന്തൊക്കെയാണ്? എ നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സസ്, എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ്, പാസീവ് എലമെന്റ്സ് ഓൺലി, നൺ ഓഫ് ദി എബോവ്.
ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സൂപ്പർ പൊസിഷൻ തിയറം എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ അതിനു മുമ്പ് നമുക്ക് എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം എന്ന് അറിയണോ അല്ലേ. സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് എന്താണ്? സൂപ്പർ പൊസിഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the voltage across or current through any element in a linear circuit is the algebraic sum of the voltage across or current through that element due to each independent source acting alone. അതായത് ഇപ്പോൾ എനിക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് അക്രോസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് എത്ര നമ്പർ ഓഫ് സോഴ്സസ്, എത്ര സോഴ്സസ് ഉണ്ടോ ആ സർക്യൂട്ടിൽ, അതിൽ ഓരോ സോഴ്സസിനെയും എഫക്റ്റ് സെപ്പറേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സർക്യൂട്ട്, നമ്മുടെ ആൻസറിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. അതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് അല്ലേ. അതായത് ഒരു ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓരോ സോഴ്സും ഇൻഡിവിജ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിന്റെ സം ആയിരിക്കും അതിന്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് സോഴ്സ് ഉള്ള സർക്യൂട്ടിന് വേണ്ടെങ്കിലും എനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് സംഭവിക്കും? ഒരു സർക്യൂട്ടിനെ ടേൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി EMF സോഴ്സസിനെ അല്ലെങ്കിൽ കറണ്ട് സോഴ്സിനെ നമ്മൾ ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ആ നമ്മുടെ റെസ്പോൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ഒരു EMF അല്ലെങ്കിൽ ഒരു EMF സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് എടുത്തിട്ട് അതിന്റെ റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ റെസ്പോൺസും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മളെല്ലാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആൻസറിനോട് സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്. ഇത് നമുക്ക് എത്ര നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സ് ഒരു സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ് അല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ നമ്പർ ഓഫ് വോൾട്ടേജ് സോഴ്സസ് എത്ര വോൾട്ടേജ് സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ടിൽ വേണമെങ്കിലും എനിക്ക് സൂപ്പർ പൊസിഷൻ തിയറം എനിക്ക് ആപ്ലിക്കബിൾ ആണ്.